ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന സ്ട്രോബെറി മിൽക്ക് പുഡിംഗ് ആണെന്ന് റെഡിയാക്കുന്നത്. സ്ട്രോബെറി എസെൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാൽ വെച്ചിട്ടുള്ള പുഡിങ്ങാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുക്കേണ്ടത്. ഇനി ഇതാ നന്നായിട്ട് സോക്കായിട്ടുള്ള ഈ ചൈന ഗ്രാസ് നമുക്കൊരു പാനിലേക്ക് ഇട്ടതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അതേസമയം തന്നെ മറ്റൊരു അടുപ്പിൽ നമ്മൾ വേറൊരു പാന് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അതിലേക്ക് 1 ലിറ്റർ പാല് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചൈന ഗ്രാസ് നന്നായിട്ട് ഇത് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അതാ പാല് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാൽ അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് പൊങ്ങൊന്നും വേണ്ട, ഇതുപോലെ നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് മെൽറ്റായിട്ടുള്ള ചൈന ഗ്രാസ് ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ഒഴിച്ചതിന് ശേഷം 1-2 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ ടൈഗറിൻ്റെ സ്ട്രോബെറി മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു കളറും കിട്ടണം. ആ ഒരു രീതിയിൽ എസെൻസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനൊരു 5-6 ഡ്രോപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ലൊരു കളർ കിട്ടുന്നത് വരെ ഇതിലേക്ക് സ്ട്രോബെറി എസെൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഗ്ലാസിൻ്റെ ഒരു പുഡിങ് ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം അത്യാവശ്യം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. താഴ്ഭാഗം കുറച്ചുകൂടി സെറ്റാവാനുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കാഷ്യൂസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് സ്ട്രോബെറിയുടെ പീസസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ചെറീസ് ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വെച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിലാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 1-2 മണിക്കൂറും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടും. ഒരു 3 മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 3 മണിക്കൂറിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ പുഡിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്